എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മാത്യു സാമുവൽ വേഴ്സസ് മറുനാടൻ മലയാളി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു ചർച്ചയാണിത്. പ്രത്യേകിച്ച് യുവനുമായി സംബന്ധിച്ച് മാത്യു സാമുവൽ സാറിൻ്റെ വീഡിയോ വന്നതിന് ശേഷം മറുനാടൻ മലയാളി അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇതൊരു ചർച്ചയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയം തോന്നിയ ഒരു വിഷയമാണ്. മറുനാടൻ മലയാളിയിലെ റിപ്പോർട്ടിങ്ങിൽ എനിക്ക് വന്നൊരു സംശയമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ആ സംശയം, നമ്മളൊന്നും വലിയ സബ്സ്ക്രിപ്ഷനുള്ള ചാനലോ അല്ലെങ്കിൽ വലിയ റീച്ചായ ചാനലോ ഒന്നുമല്ല, തുടങ്ങിയ ഒരു ചാനലാണ്. ആകെ 3 വീഡിയോ ഇടുന്നതാണ്, 3ാമത്തെ വീഡിയോ ആണിത്. പക്ഷേ ആ സംശയം എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. മറുനാടൻ മലയാളി കാണുകയാണെങ്കിൽ ഈ സംശയത്തിനൊരു ആൻസർ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം യുവനുമായി സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല ഞാനിത് പറയുന്നത്. ഇദ്ദേഹം മാത്യു സാമുവൽ സാർ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വിഷയത്തെ മറുനാടൻ മലയാളി കൗണ്ടർ ചെയ്യുന്നുണ്ട്. ഈ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് മറുനാടൻ മലയാളി ഈ മാത്യു സാമുവൽ സാറിനെ അഡ്രസ്സ് ചെയ്യുന്നത് ദേശീയ മാധ്യമ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, അതായത് ഒരു തള്ളുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, അതായത് നമുക്ക് അങ്ങനെ തോന്നും എന്ന രീതിയിലാണ് മറുനാടൻ മലയാളി അഡ്രസ്സ് ചെയ്യുന്നത്. മറുനാടൻ മലയാളിയുടെ സ്ഥിരമായൊരു പ്രേക്ഷകനാണ് ഞാൻ. ഏകദേശം 7-8 വർഷമായിട്ട് ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ അതേപോലെ മാത്യു സാമുവലിൻ്റെ സാറിൻ്റെ വീഡിയോ ഏകദേശം ഒരു 3 മാസമായിട്ട് ഞാൻ അതിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കണം. അപ്പോൾ ഇതിൽ ഈ മറുനാടൻ മലയാളി ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു സംശയമാണ്. അങ്ങനെ ഞാൻ ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ മാത്യു സാമുവൽ സാറിൻ്റെ വീഡിയോയിലെല്ലാം ഇദ്ദേഹം പറയാറുണ്ട് ഞാൻ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇദ്ദേഹം പറയാറുണ്ട്. പക്ഷെ നമ്മളതൊരിക്കലും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, അതിന് ആ രീതിക്ക് നമുക്ക് കണ്ടിട്ടുമില്ല. പക്ഷെ മറുനാടൻ മലയാളി ഇദ്ദേഹത്തെ ഇത്രയും നിസ്സാരമായി പറഞ്ഞ സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല ഈ മാത്യു സാമുവൽ സാർ പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ന്യൂസുകൾ അങ്ങനെയുള്ളതാണ്. അത്രയും വലിയ സ്കാമൊക്കെ കണ്ടുപിടിച്ച് അത്രയും വലിയ ന്യൂസുകളാണ്. അതേപോലെ തന്നെ നമ്മളെ സഫാരി ചാനലിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന പരിപാടി വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് മറുനാടൻ മലയാളി പോലെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു മാധ്യമം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അറിയില്ല? ഇത്രയും നിസ്സാരം, അതായത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, ഇത്ര ഫെമിലർ ആണെന്ന് അറിയാം. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല എന്നതാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും ഈ വീഡിയോ മറുനാടൻ മലയാളിയിലെ ആളുകൾ കാണുകയാണെങ്കിൽ ഇതിനൊരു ഉത്തരം തരണം. കാരണം നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഞാനായാലും മറ്റുള്ളവരായാലും കാണുന്നത്, നിങ്ങൾ മലയാളത്തിൽ മറ്റ് മാധ്യമങ്ങൾക്കില്ലാത്ത ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്കുണ്ട്, ഒരു വിശ്വാസ്യത. ആ വിശ്വാസ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശബരിമല വിഷയമായാലും മറ്റ് പല വിഷയങ്ങളിലൂടെ നിങ്ങൾ, പിന്നെ അതേപോലെ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരുപാട് ഫേക്ക് അലിഗേഷൻസ്, ഇതിനെയൊക്കെ നിങ്ങൾ കൗണ്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ നിങ്ങളുടെ സത്യം തെളിയിച്ചതിൻ്റെ പുറത്ത് നമുക്ക് വന്നൊരു വിശ്വാസ്യതയാണ്. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിഷയം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ദേശീയത എന്നുള്ള നിങ്ങളുടെ വാർത്തകൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ഈ മറുനാടൻ്റെ മാധ്യമം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ശരിക്കും ഇതൊരു പ്രേക്ഷകൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കൂട്ടിയാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു മാധ്യമത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, എന്താണ് ഇതിൻ്റെ, അതായത് ഇയാൾ പറഞ്ഞ പോലെ ഇനി മറുനാടൻ മലയാളി യുവനയുടെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നുണ്ടോ, നമുക്കൊരു സംശയം തോന്നുമല്ലോ. പ്രത്യേകിച്ച് ഇത്രയും ഫെമിലറായിട്ടുള്ള ഒരാളെ ഇങ്ങനെ മറച്ച് കാണിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആളുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിന് കൃത്യമായൊരു ഉത്തരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.